ഹലോ ഡി വ്യൂവേഴ്സ്, നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 10 അമേസിംഗ് യൂട്യൂബ് കോണ്ടന്റ് ഐഡിയാസ് ഇതിനെ പറ്റിയാണ് കേട്ടോ. നമുക്ക് തുടക്കക്കാർക്ക് ആകെപ്പാടൊരു കൺഫ്യൂഷൻ ആയിരിക്കും, ഞാൻ എന്ത് തരത്തിലുള്ള വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ എന്തിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്, എനിക്ക് എവിടെ നിന്നാണ് കോണ്ടന്റ് കിട്ടുന്നത്. പിന്നെ ചിലവർ കണ്ടിട്ടില്ലേ, വെറൈറ്റി കോണ്ടന്റ്സ് ആയിട്ട് ദിവസേന വരുന്നത്, ഇവർക്കൊക്കെ എങ്ങനെയായിരിക്കും ഇത്രയും കോണ്ടന്റ്സ് കിട്ടുന്നതെന്നൊക്കെ തുടക്കക്കാർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നന്നായിരിക്കുമോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ എക്സ്പ്രസീവ് ആയി കഴിഞ്ഞാൽ അത് നന്നായിരിക്കുമോ, ആളുകൾ കാണുമോ എന്നുള്ള, ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു പിടി സംശയങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്കും, അതായത് ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളവർക്കും തുടങ്ങാനിരിക്കുന്നവർക്കും ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യം പറയാനുള്ളത് ഫാമിലി വ്ളോഗ്സിനെ പറ്റിയാണ് കേട്ടോ. ഫാമിലി വ്ളോഗ്സ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വീഡിയോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലാണ് ഏറ്റവും അധികം വെറൈറ്റീസ് ഉള്ളത് എന്ന് തന്നെയാണ്. നമ്മൾ ഫാമിലി കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നടക്കുന്ന ഡേ ടു ഡേ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക മാത്രമല്ല അത് ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്നവർക്ക് അറിയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അവർക്കൊക്കെ നല്ല സക്സസ് ഉണ്ടായിട്ടുമുണ്ട്. നമുക്ക് ഈ ഫാമിലി വ്ളോഗ് എന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കുക മാത്രമല്ല കേട്ടോ. ഒരു വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ, വെറൈറ്റി റെസിപ്പീസ് ട്രൈ ചെയ്യുന്നത് നമുക്ക് വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ ചില പൊടിക്കൈകൾ ഉണ്ടാവില്ലേ, കുക്കിംഗ് തന്നെ എടുക്കാം. കുക്കിംഗ് ചാനൽസിനെ റിലേറ്റ് ചെയ്തിട്ട് സംസാരിക്കാം. നമുക്ക് എന്താ പറയാ, ചില പൊടിക്കൈകൾ, ചില നുറുങ്ങ് കാര്യങ്ങൾ ചെയ്താൽ കറിക്കും മറ്റു പല ഡിഷിനും ഒക്കെ ടേസ്റ്റ് കൂടുന്ന കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ കറിവേപ്പില എങ്ങനെ കേടുകൂടാതെ വെക്കാം എന്നിങ്ങനെ ടൈപ്പുള്ള വീഡിയോസ് ഇല്ലേ, അതായത് വീട്ടിലെ ഡെയിലി കാര്യങ്ങൾ ആക്റ്റീവായിട്ട് ചെയ്യുന്നവർക്ക് മാത്രം അറിയാവുന്ന കുറേ കാര്യങ്ങൾ. കാരണം ബാച്ചിലേഴ്സ് ആയിട്ട് നിന്നിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, നമ്മൾ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ പൊടിക്കൈകളായിരിക്കും അന്വേഷിക്കുക. എളുപ്പത്തിൽ ചെയ്താൽ എങ്ങനെ സക്സസ് ആവാന്നുള്ള രീതിയിലുള്ള വീഡിയോസും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. കുക്കിംഗ് റിലേറ്റഡ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യുന്നതും ഒക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സക്സസ് ആവുമെന്ന് ഉറപ്പാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ള വേറൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഫാമിലി വ്ളോഗ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വീട്ടിലെ ചെലവുകളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അതൊക്കെ എങ്ങനെയാണ് ചിട്ടയായിട്ട് കൊണ്ടുപോകുന്നത്, പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ, പിന്നെ അമ്മമാർക്ക് ഉറപ്പായിട്ടും പറഞ്ഞു തരാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഈ ഫാമിലി വ്ളോഗ്സിന്റെ കാര്യത്തിൽ ആഡ് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് ഏറ്റവും അധികം ആളുകൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോണ്ടന്റ് ആണ് റിയാക്ഷൻ വീഡിയോസ്. റിയാക്ഷൻ വീഡിയോസ് നിങ്ങൾ ചെയ്യുന്ന സക്സസ് ആയിട്ടുള്ള ചാനൽസ് എടുത്തു നോക്കിയാൽ മനസ്സിലാകും, അവർ ഡെയിലി 2-3 വ്ളോഗ്സ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്, വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിന്റെ കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന എന്തും നമുക്ക് കോണ്ടന്റ് ആണ്. അത് റിയാക്ഷൻ വീഡിയോയുടെ മാത്രമല്ല കേട്ടോ. യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മൾ എന്ത് കാര്യം കൺമുമ്പിൽ കണ്ടാലും അതിനെ എങ്ങനെ ഒരു വീഡിയോ ആക്കി മാറ്റാം, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കോണ്ടന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് മിക്കവാറും യൂട്യൂബേഴ്സ് ആലോചിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. സോ റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, വലിയ വാർത്തകൾ, ചെറിയ വാർത്തകൾ, പ്രമുഖരായിട്ടുള്ള മറ്റു പല പ്രമുഖ വ്യക്തികൾ, സിനിമ ഫീൽഡിൽ നിന്നുള്ളവരായിക്കോട്ടെ, രാഷ്ട്രീയത്തിൽ നിന്നുള്ളവരായിക്കോട്ടെ, മറ്റു പല മേഖലകളിലെയും പ്രസിദ്ധരായ വ്യക്തികളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ന്യൂസ് ആകുമല്ലോ. നമുക്കതിനെ ഒരു കോണ്ടന്റ് ആക്കാം, നമ്മുടെ വേർഷൻസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. എന്ത് കാര്യം സമൂഹത്തിൽ നടക്കുമ്പോഴും അതിൽ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഈ റിയാക്ഷൻ വീഡിയോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വെറൈറ്റി ആയിട്ട് നന്നായിട്ട് എക്സ്പ്രസീവ് ആയിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ സംഭവം സക്സസ് ആവുമെന്ന് ഷുവർ ആണ് കേട്ടോ. നിങ്ങൾ ഇപ്പം നോക്ക്, പ്രമുഖരായിട്ടുള്ള പല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരും അവരുടെ ഒരു വേ ഓഫ് നെറേഷൻ ഉണ്ട്. ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെയുള്ള വീഡിയോസ് സക്സസ് ആവുമെന്ന് എന്തായാലും ഉറപ്പാണ് കേട്ടോ. അടുത്തതായിട്ട് പറയാനുള്ള ഒരു കോണ്ടന്റ് ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതായത് പോഡ്കാസ്റ്റിംഗ് ടൈപ്പ് വീഡിയോസ്. പോഡ്കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ക്യാമറയുടെ മുൻപിൽ കാണിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസ്, നമ്മൾ ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് ഒരു കാര്യത്തിനെ നെറേറ്റ് ചെയ്ത്, അങ്ങനെ മോസ്റ്റ്ലി എഡ്യൂക്കേഷൻ ടൈപ്പ് വീഡിയോസ് ആണ് അതിൻ്റെ അണ്ടറിൽ വരുന്നത്. അങ്ങനെ ചെയ്യുന്ന വീഡിയോസ് ആണ് കേട്ടോ. പോഡ്കാസ്റ്റിന്റെ അണ്ടറിൽ നമുക്ക് എന്തിനെ പറ്റി വേണമെങ്കിലും സംസാരിക്കാം. പോഡ്കാസ്റ്റിംഗ് ടൈപ്പ് വീഡിയോസ് ചെയ്യുന്നവർക്ക് അറിയാം, നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ ഇഷ്ടമുണ്ടായാൽ മതി. പോഡ്കാസ്റ്റിംഗ് ടൈപ്പ് വീഡിയോസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന എന്തിനെ പറ്റി വേണമെങ്കിലും സംസാരിക്കാം കേട്ടോ. ഞാൻ കൂടുതലും പോഡ്കാസ്റ്റിംഗ് വീഡിയോസ് ആണ് ചെയ്യാറ്. ഓരോ യൂട്യൂബ് ചാനലിലും ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട്.
ആ ടൈപ്പ് വീഡിയോസ് അല്ലാതെ മറ്റു ടൈപ്പ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബ് നമ്മുടെ കണ്ടന്റ് പ്രൊമോട്ട് ചെയ്യില്ല കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ അതും ശ്രദ്ധിക്കണം. എന്ത് ടൈപ്പ് വീഡിയോസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കലാണ്. അതിന് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് എന്ത് ചെയ്യാനാണ് കഴിവുള്ളത് എന്ന് തിരിച്ചറിയുന്നതാണ് കേട്ടോ. റിയലൈസേഷൻ ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള കഴിവുണ്ടോ, അല്ലെങ്കിൽ എനിക്കൊരു ട്രാവൽ വ്ളോഗ് ചെയ്ത് സ്ഥലങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടോ, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്ത് ചെയ്യാനുള്ള കഴിവുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചറിയാണ് വേണ്ടത്. തുടക്കത്തിൽ ഒരു 10-20 വീഡിയോ ഒക്കെ നമ്മൾ പലതും പല രീതിയിലാണ് നമ്മൾ ട്രൈ ചെയ്യുക. ഏതിലാണ് നമ്മുടെ ചാനൽ സക്സസ് ആവുന്നത്, അല്ലെങ്കിൽ എന്ത് കണ്ടന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ച് കോൺഫിഡൻസും നമ്മൾ ബെറ്റർ ആയിട്ട് ചെയ്യുന്നതൊന്നും നമുക്ക് തിരിച്ചറിയാനാണ് ഇത്രയും സമയം കേട്ടോ. ഒരു 20-30 വീഡിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് ടൈപ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് റീച്ച് കൂടുതൽ, ഏത് ടൈപ്പ് വീഡിയോ ആണ് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് പോഡ്കാസ്റ്റിംഗ് വീഡിയോയെ പറ്റിയാണ്. പോഡ്കാസ്റ്റിംഗ് വീഡിയോ ചെയ്യുന്നവർക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ റിയാക്ഷൻ വീഡിയോ പറഞ്ഞ പോലെയാണ്, നമ്മളൊരു കാര്യത്തിനെ റിയാക്ട് ചെയ്യല്ല കേട്ടോ ചെയ്യുന്നത്. ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കൂടുതലും ഹാബിറ്റ്സിനെ പറ്റി സംസാരിക്കാറുണ്ട്, ലൈഫ് സ്റ്റൈലിനെ പറ്റി സംസാരിക്കാറുണ്ട്, എന്ത് കാര്യം ചെയ്താലാണ് മനോഹരമാകുന്നത്, അങ്ങനെ ചില കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോണ സമയത്ത്, ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കേൾക്കാം, കൂടുതൽ കാണേണ്ട ആവശ്യമില്ല. അതാണ് പോഡ്കാസ്റ്റിംഗ് വീഡിയോസിന്റെ ഗുണം കേട്ടോ. അപ്പൊ അങ്ങനത്തെ വീഡിയോസ് നമുക്ക് തുടക്കത്തിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ എസ്തെറ്റിക് വീഡിയോസ് ചെയ്യുന്നത്, അത് കൂടുതലും കോളേജ് കുട്ടികളാണ് കേട്ടോ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഫാമിലി വ്ളോഗ് തന്നെയാണ്. പക്ഷേ അവരെ ചുറ്റിപ്പറ്റി മാത്രമാണ് ഷൂട്ട് ചെയ്യുന്നത്. അവരുടെ റൂം, അവർ കോളേജിൽ പോകുന്നത്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ എന്താണ് എസ്തെറ്റിക്കലി ചെയ്യുന്നത്, അവരുടെ റൂം മേക്ക് ഓവേഴ്സ്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ക്രാഫ്റ്റ് ആയിട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടാവും, അതെങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ അവരുടെ ബുക്സ് കളക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എസ്തെറ്റിക് വീഡിയോസ് ചെയ്യുന്നവർ കൂടുതലും ചെയ്യുന്നത്. അപ്പൊ അത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനോട് കൂടി തന്നെ പറയേണ്ട വേറൊരു കാര്യമാണ്, ക്രാഫ്റ്റ് ഐഡിയാസ് ഉള്ളവർക്ക് അങ്ങനത്തെ ചാനൽ തുടങ്ങാം കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലും ബർത്ത്ഡേസ് വരുമ്പോൾ, ഫ്രണ്ട്സിന്റെ എന്തെങ്കിലും ഫംഗ്ഷൻസ് വരുമ്പോഴൊക്കെ നമ്മൾ കൂടുതലും യൂട്യൂബിൽ അതെങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നതാണ്. ഞാൻ ചിലപ്പോഴൊക്കെ അന്വേഷിക്കാറുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് ചില ഭംഗിയുള്ള നന്നായിട്ട് ചെയ്തിട്ടുള്ള ചില ക്രാഫ്റ്റ് ഐഡിയാസ് ഒക്കെ വരും. ചില സമയത്ത് ക്രാഫ്റ്റ് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും കേട്ടോ. എന്തൊരു പെർഫെക്ഷൻ ആയിട്ടും എന്തൊരു ക്ഷമയോടെയാണ് അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. അപ്പൊ അത് കഴിവുള്ളവര്, ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവര്, കുറച്ച് വെറൈറ്റി ആയിട്ട്, കുറച്ച് ലൈറ്റും പിന്നെ കുറച്ച് ഭംഗിയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ നന്നായിട്ടൊന്ന് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്പ്രസീവ് ആയിട്ട് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രസന്റബിൾ ആയിട്ട് വീഡിയോസ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനത്തെ ചാനലൊക്കെ സക്സസ് ആവുന്നുള്ള കാര്യം ഷുവർ ആണ് കേട്ടോ. പിന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ കൂടുതലും അത് മുന്നേ ഒന്നും കണ്ടിട്ടില്ല, ഗാർഡനിങ്ങും കൃഷിയും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്ന ഒത്തിരി യൂട്യൂബ് ചാനൽസ് ഉണ്ട് കേട്ടോ. അതിനോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ, ഒരു താല്പര്യം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അങ്ങനത്തെ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ചില സമയത്ത് നമുക്ക് ആർക്കാണെങ്കിലും ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾക്ക് ഈ ഗാർഡനിങ്ങും പച്ചപ്പും, അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അത് സക്സസ് ആവുന്നതും, ടെറസിലെ കൃഷിയും ഗ്രോ ബാഗും, പിന്നെ നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ചെയ്യില്ലേ, അങ്ങനത്തെയൊക്കെ കാണാനും നമുക്ക് ഇഷ്ടമാണ്. അങ്ങനത്തെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാനും നമുക്ക് തോന്നും കേട്ടോ. ഈ ക്രാഫ്റ്റ് വീഡിയോസും ഇതേപോലെ കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കത് ചെയ്യാൻ തോന്നും അല്ലേ. എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു ചെടിയൊക്കെ വെച്ച് ഓരോരുത്തർ നട്ട് പരിപാലിച്ച് വരുന്നത് കാണുമ്പോൾ നമുക്കും തോന്നും എനിക്കൊരു ചെടി വെച്ചാലോ എന്നൊക്കെ കേട്ടോ. അപ്പം ഗാർഡനിങ്ങും കൃഷിനെ റിലേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. വെറൈറ്റി ആയിട്ടുള്ള വിളകൾ, അതിനുപയോഗിക്കുന്ന വളങ്ങൾ, അതെങ്ങനെ പരിപാലിക്കാം, പിന്നെ അത് ചില ചട്ടിയിൽ വെക്കുന്നതുണ്ട്, അതുപോലെ തന്നെ മണ്ണിൽ വെക്കുന്നതുണ്ട്, പിന്നെ അത് എത്ര ദിവസങ്ങൾ കൊണ്ടാണ് നമുക്ക് ഫലം നൽകുന്നത്, പിന്നെ അതിനെങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഗാർഡനിങ്ങും കൃഷിയും ഒക്കെ നമുക്ക് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അത്രയും വെറൈറ്റി കോണ്ടന്റ്സ് ഉള്ള ഒരു മേഖലയാണ് അത്. അടുത്ത ഒരു അമേസിങ് കോണ്ടന്റ് ആണ് മൂവി റിവ്യൂസ് കേട്ടോ. മൂവി റിവ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഫ്രൈഡേസിൽ റിലീസ് ആവുന്ന മൂവീസ് മാത്രമല്ല, ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട് പഴയ മൂവീസൊക്കെ എടുത്ത് അതിന് റിവ്യൂ ചെയ്യുന്നവര്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പണ്ടത്തെ വിൻറ്റേജ് മൂവീസ് കാണാനൊക്കെ ഇഷ്ടമല്ലേ. നമ്മൾ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ കാണാറ്. പണ്ടത്തെ 90s 2000 അങ്ങനത്തെ മൂവീസൊക്കെ കാണുന്നത് ഒരു പോസിറ്റിവിറ്റിയാണ്. അപ്പൊ ആ സമയത്ത് ആ മൂവിയെ പറ്റിയുള്ള നല്ല നമ്മുടെ മെമ്മറീസും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു കോണ്ടന്റ് റിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കഥയെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത് നല്ലൊരു അതിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ, അതെങ്ങനെ ഒരു സക്സസ് ആക്കാം എന്നുള്ളൊരു കറക്റ്റ് ഒരു വിഷൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് മൂവി റിവ്യൂസ് ഒക്കെ കേട്ടോ. കാരണം ഇപ്പോൾ കൂടുതലും ആളുകൾ പുതിയ മൂവീസ് കാണാൻ പോകുന്നത് യൂട്യൂബ് ചാനലിൽ വരുന്ന റിവ്യൂസ് നോക്കിയിട്ടാണ് എന്നുള്ളതാണ്. അതിനൊരു പോസിറ്റീവ് വശമുണ്ട്, ഒരു നെഗറ്റീവ് വശമുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് സത്യസന്ധമായിട്ട് ചെയ്യുവാണെങ്കിൽ അത്
തേടി പിടിച്ച ആളുകൾ വരും. ഇന്ന ആളുടെ റിവ്യൂ എന്ന് പറയുന്നത് അത് അങ്ങനെയാണെങ്കിൽ അത് സത്യമായിരിക്കും, അല്ലെങ്കിൽ ആളങ്ങനെ തള്ളില്ല, അല്ലെങ്കിൽ ക്യാഷിന് വേണ്ടിയിട്ടോ വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റോങ് ആയിട്ടുള്ള റിവ്യൂസ് കൊടുക്കില്ല എന്നൊക്കെ നമുക്ക് പതുക്കെ ഒരു വിശ്വാസം വരും. മൂവി റിവ്യൂസ് അല്ലെങ്കിൽ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ വരുന്ന വാർത്തകൾ റിവ്യൂ ചെയ്യുന്നതും റിയാക്ട് ചെയ്യുന്നതും ഒക്കെ സക്സസ് ആവാൻ വളരെയധികം സാധ്യതയുള്ള ഒരു മേഖലയാണ് കേട്ടോ. സഞ്ചാരം എന്ന ചാനലിനെ ബീറ്റ് ചെയ്യാനുള്ള ഒരു ചാനൽ ഇല്ല എങ്കിലും നമുക്ക് ചെറിയ ചെറിയ ട്രാവലൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരു ട്രാവൽ ചാനൽ തുടങ്ങാം കേട്ടോ. ട്രാവൽ വ്ളോഗ്സ്, ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് ദൂരേക്ക് കാശ്മീർ പോലെയുള്ള സ്ഥലത്തേക്കൊന്നും പോയി ഒരു വലിയ ട്രാവൽ വ്ളോഗ് പ്രിപ്പയർ ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളുടെ നാടും നമ്മളുടെ നാടിന്റെ അടുത്തുള്ള അധികം കേട്ടുകേൾവിയില്ലാത്ത സ്ഥലങ്ങളെ പരിചയപ്പെടുത്തുന്ന, എന്തുകൊണ്ട് ആ സ്ഥലത്തിന്റെ അത്രയും ഫേമസ് ആയി അല്ലെങ്കിൽ അത് കുറച്ചും കൂടി പ്രസിദ്ധി അർഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ, ആ സ്ഥലത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഐതിഹ്യങ്ങൾ, അവിടുത്തെ അമ്പലങ്ങൾ, പള്ളികൾ, അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ ആളുകൾ, പിന്നെ അങ്ങോട്ടേക്ക് വരുന്ന രീതി, ഇതെല്ലാം ചെറിയ 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 വീഡിയോസ് ആക്കിയിട്ട് പതുക്കെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് വെറൈറ്റി ആയിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആകാവുന്നത് തന്നെയുള്ളൂ കേട്ടോ. കാരണം കൂടുതലും ആളുകളും ട്രാവൽ വ്ളോഗ്സ് ചെയ്യുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളും കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങളും ലക്ഷറി ആയിട്ടുള്ള ട്രിപ്പൊക്കെയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളെ പരിചയപ്പെടുത്തുന്നതും കാണാൻ ആളുകൾക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പൊ അത് നമുക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ പറയാനുള്ള വേറൊരു കണ്ടന്റ് ആണ് ടെക് വീഡിയോസ് കേട്ടോ. മന്ത്ലി ഓരോ പുതിയ പുതിയ ഗാഡ്ജറ്റ്സ് മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പം ഇതിനെ മുഴുവൻ നമ്മൾ വാങ്ങി ട്രൈ ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നല്ല, പക്ഷെ നമുക്ക് സ്റ്റിൽ ചില പ്രൊഡക്ട്സിനെ പറ്റി നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. നമ്മൾ വാങ്ങുന്ന ചെറിയ പ്രൊഡക്ട്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂട്യൂബേഴ്സിനാണെങ്കിൽ യൂട്യൂബ് തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ടെക് വീഡിയോസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ യൂസ് ചെയ്യുന്ന മൈക്ക്, റിംഗ് ലൈറ്റ്, ഇതിനെയൊക്കെ സംബന്ധിച്ച് നമുക്ക് ടെക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്യുന്ന ടേംസ് ആണ് കേട്ടോ. അപ്പം ഇങ്ങനെ ചെറിയ കാര്യത്തിൽ നിന്ന് തുടങ്ങി കുറച്ചൊക്കെ വലുതായിട്ട് നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്ന ഫോണിനെ പറ്റിയും അതുപോലെ തന്നെ ലാപ്ടോപ്സിനെ പറ്റിയും അങ്ങനെ ഇപ്പം നമ്മൾ തന്നെ വാങ്ങണമെന്നില്ലല്ലോ, നമ്മുടെ കൂട്ടുകാരും അല്ലെങ്കിൽ നമുക്ക് അടുത്ത് പരിചയമുള്ള ആളുകൾ വാങ്ങുന്നതും നമുക്ക് റിവ്യൂ ചെയ്യാം. ടെക് വീഡിയോസ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു പ്രത്യേക കഴിവാണ് കേട്ടോ. ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഫുൾ ഡിസ്ക്രിപ്ഷൻ അറിഞ്ഞിരിക്കണം, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം, ആളുകൾ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ അത് ക്ലിയർ ചെയ്യാനുള്ളൊരു വിവരം ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ഹാൻഡിൽ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ക്ലാസിക്കലായിട്ട് ഡാൻസ് പഠിച്ചിട്ടുള്ളവർക്ക്, പാട്ട് പഠിച്ചിട്ടുള്ളവർക്ക്, അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ചെറിയ വെബ് സീരീസും ചെറിയ കോമഡി സ്കിറ്റൊക്കെ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ട്രൈ ചെയ്യാവുന്നതാണ്, ഫ്രണ്ട്സും കസിൻസും എല്ലാവരും കൂടെ ചേർന്നിട്ട് കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് പ്രൊഡക്റ്റ് റിവ്യൂസ് ചെയ്യാം കേട്ടോ. മാർക്കറ്റിൽ ഇറങ്ങുന്ന ഗാഡ്ജറ്റ്സ് മാത്രമല്ല, ഓരോ ചെറിയ ചെറിയ പ്രൊഡക്ട്സും നമുക്ക് റിവ്യൂ ചെയ്യാം. ഒന്നും വേണ്ട, വെറൈറ്റി ആയിട്ടൊരു പെൻ മേടിച്ചിട്ട് ആ പെന്നിനെ പറ്റി നമുക്ക് 5 മിനിറ്റ് സംസാരിക്കാം. ഓൾ അബൌട്ട് സംസാരിക്കാൻ അറിയുക എന്നുള്ളതാണ് കേട്ടോ. ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാന്ന് പറയുന്നത് ഒരു സേഫ്റ്റി പിന്നിനെ വരെ വെച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാം. അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വെറൈറ്റി ആയിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവും എന്നുള്ള കാര്യം ഷുവർ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു 10 കോണ്ടന്റ് ഐഡിയാസ് ആണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് നല്ല രീതിക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് പ്രസന്റ് ചെയ്ത്, നന്നായിട്ട് ഷൂട്ട് ചെയ്ത്, നല്ല രീതിയിൽ തെറ്റ് പറയാത്ത രീതിയിൽ ലൈറ്റും സൗണ്ടും ഒക്കെ ശരിയായ രീതിയിൽ മിക്സ് ചെയ്ത് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ അധികം വൈകാതെ ചാനൽ റീച്ച് ആകും, സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ ഷുവർ ആണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ബൈ.